നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മാതള നാരങ്ങയുടെ ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. സ്ലോ ജ്യൂസറിലാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. നമുക്ക് മിക്സിയിലോ എങ്ങനെ വേണമെങ്കിലും അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു കപ്പോളം ഞാൻ മാതളത്തിൻ്റെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് പാലാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികളും മുതിർന്നവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഇത്ര ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 7-8 ഈന്തപ്പഴം നമുക്കൊന്ന് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കണം. ഈന്തപ്പഴം ഞാനിവിടെ കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം നമുക്കിത് ഈ ഈന്തപ്പഴം ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടി മാത്രമുള്ള പാല് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ടിത് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം നമുക്ക് ഇത്ര പാല് മതി. ഇതൊഴിച്ചിട്ട് നല്ലതുപോലെ ഒരു 100% ഞാൻ അരച്ചെടുക്കുന്നില്ല. ഒരു 90% മാത്രമേ അരയ്ക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇത് കുടിക്കാനായിട്ട് അപ്പോഴായിരിക്കും ടേസ്റ്റ്. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു 90% നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറ് കണ്ട ഇത് ഞാൻ ജീരകം പൊടിച്ചാണ് കേട്ടോ ഇതിൽ. അതിന് ശേഷം ഇത് കളർ അങ്ങോട്ട് മങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഈന്തപ്പഴം പാലും കൂടെ അടിച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി പാലൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ്സിലേക്കുള്ള ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അത് കുറച്ച് അരിഞ്ഞതിന് ശേഷം ബാക്കി പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ പാലും, അതായത് നമ്മൾ അടിച്ചെടുത്ത ഈന്തപ്പഴ മിക്സും അതുപോലെ തന്നെ മാതളത്തിൻ്റെ ജ്യൂസും കൂടെ നമുക്ക് ലെയറായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് അല്ലാതെ പകുതിയായിട്ട് ഒഴിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാതളത്തിന് നല്ലൊരു കളറില്ലായിരുന്നു കേട്ടോ. നല്ല കളറുള്ള മാതളത്തിൻ്റെ ജ്യൂസായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. കണ്ടോ, നല്ലൊരു കളർ വന്നിട്ടില്ല ഇതിന്. അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വീഡിയോയിൽ വരുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ജ്യൂസിങ്ങനെ ഈ ജ്യൂസും പാലും നമ്മുടെ ഈന്തപ്പഴം മിക്സും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സൂപ്പർ ഡ്രിങ്കാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി നിർബന്ധമായും ചേർത്ത് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഇതിൻ്റെ അല്ലി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം, ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കിടുക്കാച്ചി നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക്, ഈന്തപ്പഴം, പാല്, മാതളം ഇതൊക്കെ ചേർത്തിട്ടുള്ള നല്ല സൂപ്പർ കിഡിലും ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക് യു.